നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് തോറ്റോ ജയിച്ചോ എന്നതല്ല പ്രശ്നം. പൂരം കലക്കിയത് ആരാണെന്നുള്ളതാണ്. തൃശ്ശൂരുകാരുടെ വികാരമാണ് പൂരം. അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചുവെന്ന് പുറത്തു വരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന്റെ വാക്കുകളാണിത്. ശരിയല്ലേ? ശരിയാണ്. സുനിൽകുമാർ പറഞ്ഞത് അവിടുത്തുള്ള ജനങ്ങളുടെ വികാരമാണ്, പൊതുവികാരം. നമുക്കറിയാം, തൃശ്ശൂർ പൂരം തൃശ്ശൂരിലുള്ള ജനങ്ങളുടെ ഒരു വികാരം തന്നെയാണ്. അത് പണ്ടും ഇപ്പോഴും എപ്പോഴും. RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP MR അജിത് കുമാർ സമ്മതിക്കുന്നതോടെ വെട്ടിലാകുന്നത് പോലീസിനൊപ്പം RSSുമാണ്. 2023 മെയ് 22 തൃശ്ശൂരിൽ വെച്ച് RSS ജനറൽ സെക്രട്ടറിയുമായി ADGP അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്നും അതിന്റെ തുടർച്ചയായാണ് തൃശ്ശൂരിലെ സംഭവ വികാസങ്ങൾ എന്നുമുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ ആരോപണത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. VD സതീശൻ അതിനുള്ള തെളിവുകൾ പോലും പുറത്തുവിട്ടത് മാത്രമല്ല, അത് നിഷേധിക്കാൻ പിണറായിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെ പിണറായി നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ നിരത്താമെന്നാണ് സതീശൻ പറയുന്നത്. RSS ജനറൽ സെക്രട്ടറിയും ADGPയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതവുമാണെന്നാണ് RSSന്റെ ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. എന്നാൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ RSSന്റെ നിഷേധവും സംശയത്തിന്റെ നിഴലിലായി. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹിയെത്തിയ കാറിൽ കയറിയത് കൂടിക്കാഴ്ച രഹസ്യമാക്കി വെക്കാനാണ്. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് അജിത് കുമാർ RSS നേതാവിനെ രഹസ്യമായി കണ്ടതെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. സതീശൻ മാത്രമല്ല അങ്ങനെ സംശയിക്കുന്നത്, കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ സംശയിക്കുന്നു. പിന്നെന്തിനാണ് ADGP അജിത് കുമാർ രഹസ്യമായി കൂടിക്കാഴ്ചയ്ക്ക് RSS നേതാവുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയത്? എന്തിന്? ADGP അജിത് കുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു നിഴലും കൂടിയാണ്. പിണറായി അറിയാതെ ADGP ചലിക്കില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ പിണറായി അറിയാതാണ് പോകുന്നത്. ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ ഇവിടെയുള്ള ആളുകൾ മണ്ടന്മാരാണ്. പാലക്കാട്ട് നടന്ന RSS സമ്മേളനത്തിൽ അവിടെ ADGP MR അജിത് കുമാർ പങ്കെടുത്തുവെന്ന രഹസ്യ വിവരം തനിക്ക് പോലീസിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും PV അൻവർ പറഞ്ഞ അന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് സമാനമായ ആരോപണം ADGPക്കെതിരെ ഉന്നയിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കൂടിക്കാഴ്ച വിവാദം അന്വേഷിക്കുമെന്ന് പറയുമ്പോഴും പിണറായിയുടെ പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. പിണറായിയെ വിട്ട് പോലീസ് നിൽക്കുമോ? ADGPയെ ബലിയാടാക്കുമോ? അങ്ങനെ ബലിയാടാക്കാൻ പിണറായി സമ്മതിക്കുമോ? തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി ADGP അജിത് കുമാർ പൂരം കലക്കിയെന്ന് PV അൻവറും ആരോപിച്ചിരുന്നു. അതും ശ്രദ്ധേയമാണ്. ഈ ആരോപണത്തിന് പുറമെയാണ് കൂടിക്കാഴ്ച വിവാദം കൂടി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. എന്തൊക്കെ അന്വേഷിച്ചാലും, എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും, എവിടെയൊക്കെ അന്വേഷിച്ചാലും ഫലം ഒന്ന് തന്നെയാണ്. അത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം.